കോട്ടയം തിരുവാതുക്കലിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് ബേ വെറുതെ കിടന്ന് നശിക്കുകയാണ്. തിരുവാതുക്കൽ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാക്കുന്ന ബസ് ബേ നവീകരിച്ച് തുറന്നു നൽകാൻ ഇതുവരെ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അറുതിയില്ലാത്ത അനാസ്ഥ. കോട്ടയം നഗരത്തിന് സമീപത്തായിട്ടുള്ള തിരുവാതുക്കൽ ജംഗ്ഷനിലാണ് ഈ കാണുന്ന ബസ് ബേ ഉള്ളത്. 2012-13 കാലയളവിൽ ജോസ് കെ മാണി MP ആയിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് ബസ് ബേ. 10 ലക്ഷം രൂപയായിരുന്നു മുടക്കുമുതൽ. എന്നാൽ അധികകാലം ഈ ബസ് ബേ പ്രവർത്തിച്ചില്ല. മഴ പെയ്ത വെള്ളം റോഡിൽ നിന്നും ബസ് ബേയിലേക്ക് ഒഴുകിയെത്തിയതോടെ ബസ്സുകൾ ഇവിടേക്ക് എത്താതെയായി. പിന്നീട് റോഡ് നവീകരണവും ബസ് ബേയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി. ഇതോടെ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി ബസ് ബേ. ആദ്യഘട്ടങ്ങളിൽ മാത്രം ബസ് കയറി ഇറങ്ങുകയും അതിനുശേഷം ബസ്സുകൾ ഒറ്റയൊരെണ്ണം തന്നെ കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഞങ്ങളടക്കം നിരവധി പേർ ഇതിനെ പരാതിപ്പെടുകയും ബസ് കയറുകയും ഇവിടുത്തെ ട്രാഫിക് പരിഹരിക്കണമെന്ന് നിരവധി പ്രമേയങ്ങൾ വരെ സമ്മേളനങ്ങൾ പാസ്സാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യാതൊരു ഇതും ബസ്സുകാരും കാണിക്കുന്നില്ല. ഇവിടുത്തെ വെസ്റ്റിലെ ട്രാഫിക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കാണിക്കാത്ത സ്ഥിതി ഉണ്ട്. ഇത് ഇവിടുത്തെ ടാറിങ്ങിൻ്റെ ആവശ്യത്തിന് എടുത്തേക്കുന്നതല്ല. ഇത് വേറെ സ്ഥലങ്ങളിലേക്കുള്ള സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തേക്കുന്നതാണ്. അല്ല ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് മാത്രം എടുത്തിടുന്നതല്ല. ഇതിപ്പം മുനിസിപ്പാലിറ്റിയിലെ കോൺട്രാക്ടർമാർ ആരാണ്ട് കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് മറിച്ച് ഇത് ഉപയോഗമാക്കി മാറ്റേണ്ട ഒരു സ്ഥിതി ഈ ഭരണാധികാരികൾക്ക് ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇത് മുനിസിപ്പാലിറ്റിക്കാണ് എനിക്ക് തോന്നുന്ന അധികാരം, ഇതിൻ്റെ നടത്തിപ്പധികാരം, ഇതിൻ്റെ കറണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ അവരിതിനകത്ത് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയുണ്ട്. അത്യാധുനിക രീതിയിൽ 3 ബസ്സുകൾക്ക് ഒരേ സമയം നിർത്തിയിടാൻ സാധിക്കുന്നതായിരുന്നു തിരുവാതുക്കലിലെ ബസ് ബേ. ഉപയോഗശൂന്യമായതോടെ ഇരിപ്പിടങ്ങളടക്കം തുരുമ്പെടുത്ത് നശിച്ചു. മേൽക്കൂരയും സോളാർ ലൈറ്റുകളും തകർന്ന അവസ്ഥയിലാണ്. റോഡ് ടാർ ചെയ്യുന്നതിന് കൊണ്ടുവന്ന സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലമായി ഇപ്പോൾ ഇവിടം മാറി. നഗരസഭയിലെ പുതിയ ഭരണസമിതി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇത് എന്ന് നടപ്പാകുമെന്നാണ് ഏവരും ചോദിക്കുന്നത്. ബസ് ബേ നവീകരിച്ച് തിരുവാതുക്കലിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുമെന്ന് പല നേതാക്കളും വാഗ്ദാനം നൽകിയതാണ്. പക്ഷേ ഒന്നും ഇതുവരെ നടപ്പായില്ല. എന്തായാലും ഇനിയും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മാറ്റത്തിനു വേണ്ടി. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.